തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പിൽ വിമത എംപിമാർ ഡൽഹി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി എംപിമാർ കൂടുതൽ പേരെ ഒപ്പം നിർത്താനും ശ്രമം നടത്തുന്നുണ്ട്. NDA പിന്തുണയ്ക്കുന്ന വിമതരായ 22 എംപിമാർക്കൊപ്പം മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ എംപിയും ചേരുമെന്നാണ് സൂചന. 20 എംപിമാരാണ് NDA പക്ഷത്തേക്ക് ചേരണമെന്ന് കാട്ടി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയത്. ഇവർക്കൊപ്പം 2 എംപിമാർ കൂടി ചേരുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ എംപിയും വിമത എംപിമാർക്കൊപ്പം ചേരുമെന്നാണ് വിവരം. ഔദ്യോഗികമായി യൂസഫ് പഠാൻ ഇക്കാര്യം അറിയിച്ചിട്ടില്ല. അതേസമയം എംപിമാർ കാട്ടിയത് വഞ്ചനയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും എംപിയുമായ കല്യാൺ ബാനർജി അഭിപ്രായപ്പെട്ടു. വിമത എംപിമാർ തങ്ങളുടെ നീക്കം കൂടുതൽ ശക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഡൽഹിയിലെത്തി വിമത തൃണമൂൽ എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിൽ NDAയ്ക്കൊപ്പം നിലയുറപ്പിക്കാനാണ് ധാരണയെങ്കിലും ചില എംപിമാർക്ക് BJPയിൽ ചേരണമെന്നാണ് താൽപര്യം. അഭിഷേക് ബാനർജിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായ പ്രതിഷേധമാണ് തൃണമൂലിലെ പ്രതിസന്ധിക്ക് കാരണം. ആദ്യം പശ്ചിമ ബംഗാളിലെ MLAമാരുടെ ഭാഗത്തു നിന്നാണ് വിമത നീക്കമുണ്ടായത്. 80-ൽ 60 MLAമാരും വിമതപക്ഷത്ത് അണിനിരക്കുകയായിരുന്നു. പിന്നാലെയാണ് എംപിമാരും വിമത നീക്കവുമായി രംഗത്തിറങ്ങിയത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടിയിലുണ്ടായ വിമത നീക്കം മമതാ ബാനർജിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ജനം, ഡൽഹി.